ഹലോ മൈ ഡിയർ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സോ കുറേ നാളിന് ശേഷം ഞാൻ ഒരു യാത്ര പറയാൻ വന്നതാണ് ഗൈസ്. കാരണം നമ്മളെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഇപ്പോൾ ബ്രില്യൻറ്റ് ഓഫ്ലൈനായിട്ട് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് റിപ്പീറ്ററായിട്ട് 2025 നീറ്റ്. സോ ഞാൻ നാളെ പോവാണ് ഹോസ്റ്റലിലേക്ക്. അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോസൊന്നും കാണത്തില്ലായിരിക്കും. പക്ഷേ നിങ്ങൾ എനിക്കിത്ര നാൾ തന്ന സപ്പോർട്ടിന് ഒരു ബിഗ് താങ്ക്സ്. എനിക്കത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു ഫേസ് കാണാണ്ട് എന്താ പറയുക, ഒരു വോയിസിലൂടെ മാത്രം നിങ്ങളെന്നെ വിശ്വസിച്ച് നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ എൻ്റെ മാക്സിമം ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിക്കൊക്കെ റിപ്ലൈ തന്ന് നിങ്ങൾക്ക് വേണ്ട മിസ്റ്റേക്സുകൾ പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്ത് ഭയങ്കര അടിപൊളി ഒരു ജേർണി ആയിരുന്നു. ഏകദേശം 1.5 മന്ത് കൊണ്ടാണല്ലേ നമ്മുടെ ചാനൽ ഇത്രയ്ക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. നീറ്റിന് മുമ്പ് സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം, ഒരു ക്വസ്റ്റ്യൻ ഷോർട്സ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയൊരു ചാനലായിരുന്നു ഞാൻ. പക്ഷേ ഞാനിങ്ങനെ വന്ന് നീറ്റിന് MBBS കിട്ടിയതിന് ശേഷം ഒരു യൂട്യൂബ് ചാനൽ ഓക്കെ. പക്ഷേ അതിന് മുമ്പ് ഞാൻ ഒരിക്കലും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഈ ഒരു ചാനൽ. ശരിക്കും ഒരിക്കലും എക്സ്പെക്റ്റ് തുടങ്ങിയൊരു ചാനലല്ലായിരുന്നു. ഞാനിങ്ങനെ വീഡിയോസ് ഇടാൻ ഒട്ടും ഉദ്ദേശമില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ ഭയങ്കര ഒരു സപ്പോർട്ട് കാരണം മാത്രമാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ചാനലിൽ 525 സംതിങ് അത്രയൊക്കെ വന്ന് കിടക്കുകയാണ് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സല്ല, ഒരു ഫാമിലി പോലെയാണ്. സോ എൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ഫ്യൂച്ചർ ഡോക്ടേഴ്സ് പോലെ തന്നെയാണ്, അല്ലാണ്ട് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനോടും ഒരു വിരോധമോ റിവഞ്ചോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ ചാനൽ ആദ്യം മുതൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ. പിന്നെ എന്താ പറയുക, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഇപ്പോഴത്തെ കട്ട് ഓഫൊക്കെ കണ്ടല്ലോ അല്ലേ? എല്ലാം കണ്ടിട്ട് അത്യാവശ്യം പേടിയൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ ബെസ്റ്റ് നമ്മൾ കൊടുക്കുക. അത് തന്നെ, എല്ലാവരും ഒരു ന്യൂ സ്റ്റാർട്ടാക്കുക. ഇത്രയും +2 കഴിഞ്ഞ് വരുന്നവർ ശരിക്കും സാക്രിഫൈസ് ചെയ്യുക. ഓൺലൈനായിട്ടാണെങ്കിൽ ഓരോ പ്രോഗ്രാംസ് പാർട്ടീസൊക്കെ സാക്രിഫൈസ് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കും നല്ലൊരു സ്കോറിലെത്താൻ പറ്റും. മറ്റേത് 600+ ഒരു സേഫ് സ്കോറായിരുന്നു. ഇപ്പോൾ അതൊന്നും അല്ല അല്ലേ? എത്രയാണ് സേഫ് സ്കോർ? ഇപ്പോൾ 650+, 670+ ഒക്കെയാണ് സേഫ് സ്കോർ എന്നൊക്കെ പറയുന്നത്, കേരളത്തിലായാലും ഓൾ ഇന്ത്യയൊക്കെ ആയാലും. അപ്പോൾ പിന്നെ കുറേ സ്കാം കാര്യങ്ങൾ എൻ്റെ അടുത്ത് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ശരിയാണ്. പക്ഷേ എങ്കിലും നമുക്കൊന്നും പറയാൻ, ഈ ഒരു റീനീറ്റൊക്കെ നടത്തുമെന്ന് ചാൻസൊക്കെ ഭയങ്കര കുറവായിരിക്കും. സോ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇനി എല്ലാവരും പുതിയൊരു സ്റ്റാർട്ടാക്കി നല്ലൊരു ഫ്രഷ് എന്താ പറയുക, ഒരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക. അത് തന്നെയാണ്, കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക, ഒരു മൊമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അത് നല്ല രീതിക്ക് കൊണ്ടുപോകുക. പിന്നെ ഉറപ്പായിട്ടും ബ്രേക്ക് ഡൗൺ ആവും. നമ്മൾ ഉറപ്പായിട്ടും ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മൾ കുറച്ച് ഡൗൺ ആവും. ബട്ട് സ്റ്റിൽ അതിൽ നിന്നൊക്കെ കരകയറിയിട്ട് നമ്മൾ വരണം. എല്ലാം നമ്മളുടെ കയ്യിലിരിക്കുകയാണ് ഈ ഒരു 1 ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, നോക്കുക. പിന്നെന്താ പറയാനുള്ളത്, ഇനിയിപ്പോൾ ഞാൻ ഇനിയൊരു വീഡിയോ ഏതെങ്കിലും വെക്കേഷനോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നോക്കാം, വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പിന്നെ എന്തായാലും ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഭയങ്കര താങ്ക്സ്. പിന്നെന്താ പറയാനുള്ളത്, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇപ്പോൾ ഓൺലൈൻ ഓൾറെഡി June 5 ഇന്നലെ തുടങ്ങിയല്ലേ. അപ്പോൾ ഇന്നലെ ഞാനൊരു ഓൾ ദി ബെസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ഗുഡ് ബൈ. എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് എൻ്റെ വേർഡ്സ് കേട്ട് ആദ്യം മുതലേ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു ബിഗ് താങ്ക്സ്. ഒരു താങ്ക്സൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ നമ്മൾ വരും, എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തുക, നീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഡ്രീം അല്ലേടാ. സോ അത്രയ്ക്ക് ഡ്രീം ഉണ്ടായിട്ടായിരിക്കണമല്ലോ ഒരു റിപ്പീറ്റ് മാറ്റിയിട്ട് ഒരു റിപ്പീറ്റിലോട്ട് തന്നെ പോകുന്നത്. ഇപ്പം മല്ലു മെൻറ്റർ എന്ന് പറയുന്നൊരു വീഡിയോ, ആ ചേട്ടൻ കണ്ടു, അത്രയ്ക്ക് ഡ്രീം ഉണ്ടായിട്ടാണ്. ഇപ്പോൾ റിപ്പീറ്റ് കഴിഞ്ഞു, ഇപ്പം റിപ്പീറ്റ് കഴിഞ്ഞു, ഇപ്പോൾ അടുത്ത് സൂപ്പർ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. അതെ, എല്ലാവർക്കും ഓരോരോ ടൈമിംഗ് ഉണ്ട്. സോ ആ ടൈമിൽ എല്ലാം സെറ്റാവും. നമ്മൾ ഒരു ടൈമിങ്ങിൽ വിശ്വസിക്കുക, നമ്മുടെ ഹാർഡ് വർക്കിൽ നമ്മൾ വിശ്വസിക്കുക. അവസാനം നീറ്റ് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് കിട്ടാതെ പോയതെന്നുള്ളൊരു റിഗ്രറ്റ് വരാൻ പാടില്ല. അത്രയേ ഉള്ളൂ. സോ എനിക്ക് അങ്ങനത്തെ ഒരു റിഗ്രറ്റ് ഉണ്ടായിരുന്നു ശരിക്കും. കാരണം ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലോട്ട് വരണ്ടായിരുന്നു, അങ്ങനെയൊക്കെ കുറേ റിഗ്രറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കുക. പിന്നെ ഓഫ്ലൈനിൽ പോകുന്ന സ്റ്റുഡൻസിനോട് മെയിനായിട്ട് പറയാനുള്ളത്, ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴത്തേനും നമ്മൾ ചാടി ഓഫ്ലൈനിൽ വരരുത്. അപ്പം നമുക്ക് കുറേ പെൻഡിങ് ആവും. ഓൺലൈനിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പോകും. പക്ഷേ ഓഫ്ലൈനും ഓൺലൈനും വേറെ വേറെ ആയിരിക്കും. സോ അപ്പോഴത്തേനും അങ്ങനെ ഒരു നമ്മൾ ചാടി കളിക്കുമ്പോൾ കുറേ പെൻഡിങ് വരും. അതാണ് എനിക്കും പറ്റിയ ഒരു വലിയ മിസ്റ്റേക്ക്. പെൻഡിങ് ആയിപ്പോയി. ഒരു 4-5 ചാപ്റ്റേഴ്സ് ഓരോ സബ്ജക്റ്റിൽ നിന്ന് വെച്ച് പെൻഡിങ് ആകുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്ര ചാപ്റ്റേഴ്സ് പെൻഡിങ് ആവുമെന്ന്, അല്ലേ? അതെ, അതൊക്കെ വലിയൊരു പ്രശ്നം തന്നെയാണ്. ആദ്യം മുതലേ പെൻഡിങ് ഒന്നും ആക്കാണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് പഠിച്ച് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഹാർഡ് വർക്ക് കൊടുക്കുക. ഗിവ് യുവർ ബെസ്റ്റ്, അത്രേ പറയാനുള്ളൂ. സോ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്താ പറയുക, ഈ 525 ഇപ്പം 525 ആണ് വന്ന് നിൽക്കുന്നത് നമ്മളെ ചാനലിൽ. സോ ഈ 525 ആൾക്കാർക്കും ഒരു ബിഗ് താങ്ക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹെൽത്ത് നോക്കുക, അതൊക്കെ നോക്കുക. മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്രയൊക്കെ നോക്കിയിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന MBBS ആഗ്രഹിക്കുന്ന എല്ലാവർക്കും MBBS കിട്ടട്ടെ. അടുത്ത നീറ്റ് 2025 എല്ലാം നമ്മളേതാകട്ടെ. ഇത്രയൊക്കെ വിഷ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഒരു വീഡിയോ എനിക്ക് എന്താണെന്ന് നല്ല ഡിസ്റ്റൻസൊക്കെ കാണും. സോ അത്രയും നാൾ ഇനിയിപ്പോൾ നമുക്കറിയില്ലല്ലോ ആരൊക്കെ ഈ ചാനൽ കാണും എന്നൊന്നും നമുക്കറിയില്ല. ഞാനും എന്താ പറയുക, എന്നെ ഇനി കോൺടാക്ട് ചെയ്താലും നമുക്ക് ഫോണൊന്നും അവൈലബിൾ അല്ല. സോ മാത്രമല്ല ഫോൺ ഡിസ്ട്രാക്ഷൻ ആണ്. സോ അതൊക്കെ മാറ്റി വെക്കുക. സോ അതുകൊണ്ട് തന്നെ പോവുകയാണ്. സോ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഓക്കെ.